ആറ്റുനോറ്റ് ബ്രിട്ടനിലേക്ക് കുടിയേറാൻ കാത്തിരിക്കുന്നവർക്ക് പണി കിട്ടാനിടയുള്ള ഒരു ധവളപത്രം കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് സർക്കാർ പുറത്തിറക്കിയിരുന്നു. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ? വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ഒരുപോലെ പണി കിട്ടുന്ന ഒരുപിടി കാര്യങ്ങളാണ് ധവളപത്രത്തിലുള്ളത്. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ രാജ്യാന്തര വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് എല്ലാ സ്പോൺസറിംഗ് സ്ഥാപനങ്ങളും പാലിക്കേണ്ട നടപടികൾ കർശനമാക്കും. പഠനശേഷം വിദ്യാർത്ഥികൾക്ക് മുൻപ് 2 വർഷം വരെ തുടരാമായിരുന്നു. ഇനി അത് 1.5 വർഷം മാത്രമായി ചുരുക്കും. ILR അഥവാ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അനുമതിക്കുള്ള കാലാവധി ഉയർത്തുന്നതോടെ കുറച്ചുപേരെങ്കിലും രാജ്യം വിട്ടുപോകുമെന്ന കണക്കുകൂട്ടലിലാണ് കിയർ സ്റ്റാമർ സർക്കാർ. വിദ്യാർത്ഥി വിസയിലെത്തി PR നേടുന്നവരുടെ എണ്ണം കൂടുന്നത് പരിഗണിച്ച് സ്റ്റുഡന്റ് ഫീ കൂട്ടുന്നത് ആലോചിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന യൂണിവേഴ്സിറ്റികളും അവരുടെ ഗുണമേന്മ തെളിയിക്കേണ്ടി വരും. വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കാൻ കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടി വരും. കൂടാതെ പോയിന്റ് പരിധി 5% വർദ്ധിപ്പിക്കും. PR-ന് അപേക്ഷിക്കാൻ 10 വർഷം കാത്തിരിക്കണം. മുൻപിത് 5 വർഷമായിരുന്നു. ഇംഗ്ലീഷ് പ്രാവീണ്യ നിലവാരം ഉയർത്തും. നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമായിരിക്കും ജോലി. ആശ്രിത അപേക്ഷകർക്കും ഈ മാറ്റം ബാധകമാക്കും. വിദേശികളായ കെയർ ഹോം ജീവനക്കാരുടെ നിയമനം അവസാനിപ്പിക്കും. നിയമപരമല്ലാതെ എത്തിയ 40,000 പേരെ ഒഴിവാക്കുന്നതോടെ ഇവരുടെ തൊഴിൽ നാട്ടുകാർക്ക് ലഭിക്കും. വിദേശികൾ ചെയ്യുന്ന ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങൾ പോലും ഹോം ഓഫീസിനെ അറിയിക്കണം. ഇവരുടെ വിസ റദ്ദാക്കാനും നാട് കടത്തുന്നതിനുമുള്ള അധികാരം ഹോം ഓഫീസിനുണ്ടായിരിക്കും. കുടുംബജീവിതം അവകാശമായി കണ്ട് ആശ്രിത വിസയിലെത്തുന്നവരുടെ എണ്ണം കുറയ്ക്കും. കുടുംബത്തോട് ചേരാനും ആശ്രിത വിസയ്ക്കുമുള്ള അപേക്ഷകൾ നിരസിക്കപ്പെട്ടേക്കാം. വിദേശ തൊഴിലാളി നിയമനത്തിന് കമ്പനികൾ നൽകുന്ന ഫീസിൽ 32% വർധനയുണ്ടാകും. തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യത ഡിഗ്രിയാക്കും. ഇനി ഒരു വാൽക്കഷ്ണം കൂടിയുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന പരിഷ്കാരം കുടിയേറ്റക്കാരിൽ ഉണ്ടാക്കുന്ന പ്രതികരണം കൂടി കണക്കിലെടുത്താകും പദ്ധതി നടപ്പാക്കുക എന്ന് സർക്കാർ ധവളപത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറയുന്നവരും ഉണ്ട്.